പണിയാ? അവർക്കറിയാവുന്ന പണി അതല്ലാമേ. പൊക്കോട്ടെ. അവന്റെ കയ്യിലുള്ള ബ്ലേഡാണ്. അത് വെച്ചിട്ട് പോന്തിയാലേ ആഹാരം കഴിക്കാൻ പറ്റൂല. നീ ചത്തു. അത് തന്നെ. ഇപ്പൊ ഈ വർഷം അടുത്ത വർഷം ഉണ്ടാവോ പെരയുടെ കല്യാണം? ഇപ്പൊ ഈ വർഷം അടുത്ത വർഷം ഉണ്ടാവോ പെരയുടെ കല്യാണം? ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ആദ്യത്തോണാണ്. 2009 അപ്പം ഗൾഫിൽ പോയി. തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. എല്ലാ ഓണത്തിനും അപ്പം ഗൾഫിലായി. അമ്മൂമ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വന്നു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ? ഗൾഫിലായിരിക്കും. അല്ല ഞാൻ 2026 പെരയുടെ കല്യാണം കഴിയും. ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. സെറ്റിൽ ആകുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് അച്ചടക്കം, ഡിസിപ്ലിൻ, മര്യാദ, കുറച്ചുകൂടിയൊക്കെ ഭവ്യത, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണുങ്ങളായാലേ അല്പം സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേറെ വെക്കാനുണ്ട്. രാവിലെ തന്നെ തുടങ്ങിയോടാ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയുടെയും കൂടെ ഭാര്യ നിർത്തിപ്പോയതിനോട് പേടിയുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? അവകാശമല്ലേ? പ്രോപ്പർട്ടി ഷെയർ ആണ് ചോദിക്കുന്നത്. പ്രോപ്പർട്ടി ഷെയർ. അപ്പൊ അതിന്റെ ഒരു ഓഹരി കിട്ടണമല്ലോ നമുക്ക്. പള്ളി പോയി പറഞ്ഞാൽ മതി. വിവാഹശേഷമായി മനസ്സിലായി. ഇപ്പോഴല്ല, വിവാഹശേഷം നമുക്കൊരു കല്യാണം കഴിച്ച് കഴിയുമ്പോ നമുക്ക് ജീവിക്കാൻ ഒരു കാശ് വേണ്ടേ? കുറച്ച് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് ഒന്നാമത്തെ കാര്യം ഇവന് ആരും കൊടുക്കൊന്നുമില്ല. സ്വത്ത് പെണ്ണ് കൊടുക്കില്ല. പെണ്ണല്ല സ്ഥലവേ. എന്താ വിശ്വാസമാകുന്നില്ലേ? ഇതിനറിയാം, ഐഡിയകളൊന്നും അറിയാൻ പാടില്ല. ഇന്നാളൊരു ഒരു കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വിറ്റ് കളിഞ്ഞാൽ നമുക്ക് പോവില്ല. ടെൻഷനാവണ്ട. എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെ മിക്കവാറും കാര്യങ്ങളില്ല. എനിക്ക് കുറച്ച് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യണം, കുറച്ച് അല്ലെങ്കിൽ തന്നെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിന്റെ പൈസ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പൈസ ചെയ്ത് കാണിച്ചു കൊടുക്കും. ബിസിനസ് ചെയ്യാൻ പോണേ, കച്ചവടം ചെയ്യാൻ പോണേ. എവിടെ? അടുത്ത വർഷം തുടങ്ങി. ഏത് എന്ത് കച്ചവടം? ടൈലറിംഗ് ഷോപ്പ്, പിന്നെ ഡേ കെയർ, പിന്നെ ബേക്കറി, ഹോട്ടൽ, അങ്ങനെ പല ബിസിനസ്. എന്ത് രസായിരിക്കൂലേ? ഫാദറിന്റെ ഒരു സ്വത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കാലശേഷം നമുക്ക് ഒറ്റ മകനോട് കിട്ടും. നീ തന്നെ ഓർക്കും, കാലശേഷം ഒരു 40-50 വയസ്സ് കിട്ടിയിട്ട് എന്താ കാര്യം? കിട്ടിയിട്ട് ആനക്ക് പിണ്ടം വെക്കാനാണ്. ഇത്രയും ക്യാഷ് എനിക്ക് 10,000 രൂപ വെച്ച് എനിക്ക് കിട്ടുന്നുണ്ട് ഒരു ദിവസം. മിനിമം 5,000 രൂപ കിട്ടുന്നുണ്ട്. എന്നെ കൊണ്ട് തോറ്റു. അല്ല നീ ഇങ്ങനൊക്കെ ആണെങ്കിൽ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ അച്ഛനെ ഉപദ്രവിക്കോ? ഇല്ല, നമ്മളറിയിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ താമസിക്കില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മള് 30 വയസ്സ് വരെ നോക്കും, കിട്ടിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവും. മനസ്സിലായ? അതിന്റെ കേസ് കൊടുക്കും കാലക്രമേണ. മനസ്സിലായ? കോടതി കയറി ഇറങ്ങും. മനസ്സിലായ? കഷ്ടം പെറ്റ തള്ള സഹിക്കൂലേട്ടാ. സാധാരണ മറ്റേ സ്വത്ത് മേടിച്ചിട്ട് അപ്പനെ അമ്മേനെ വൃദ്ധസദനത്തിടുന്ന പതിവുണ്ട്. വൃദ്ധസദനത്തിൽ കൊണ്ട് ഇടുന്ന പതിവുണ്ട്. നമ്മള് മാന്യമായിട്ട് പറഞ്ഞു കൊടുത്ത് വൃദ്ധസദനത്തിൽ ഇടൂല, ഒന്നും ഇടൂല, 5 സെന്റ് തന്നാന്ന് പറഞ്ഞു. എന്റെ പൊന്നു നായിട്ടവരൊക്കെ അറിയിക്കണം. നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളീ നാട്ടുകാരനല്ലപ്പാ. ഏതെങ്കിലും ഒരു ഹോമില് തന്നാ മതി. നമുക്കൊരു 10 lakhs കിട്ടിയാൽ മതി. 10 lakhs ഒരു ഓഹരി കിട്ടിയാൽ മതി. 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കോടതി കയറി ഇതാവും. ഇത്രേ ഉള്ളൂ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവം. അവരുടെ സ്വത്തുക്കളില് അവര് മരിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ അവരെ നമ്മള് മാനസികമായിട്ട് കൊല്ലേണ്ടി വരും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. കത്തി കൊണ്ട് കുത്തിയ അല്ലെങ്കിൽ തോക്ക് കൊണ്ട് വെച്ച് കൊല്ലില്ല. പക്ഷെ നമ്മൾ മാനസികമായിട്ട് പ്രാഗി കൊല്ലേണ്ടി വരും. പ്രാഗിട്ടെ അച്ഛനെ അച്ഛനെ പ്രാഗിക്കൊല്ലി എന്താണ് മാനസികമായിട്ട്. കാരണം നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉപകരിക്കേണ്ടത്.